ഇപ്പോൾ പൊതുവെ ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ. പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു അസുഖത്തിന് ശേഷം, അതായത് ഒരു പനിയോ ഇൻഫെക്ഷനോ ഉണ്ടായതിന് ശേഷം വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ. അപ്പോൾ നമ്മൾക്ക് ഈ ചുമയെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചില ഫുഡ് ഐറ്റംസ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാം. അതായത് നമ്മുടെ തൊണ്ടയ്ക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കഫം അധികം വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. അതായത് പാല് കൊണ്ടുണ്ടാക്കുന്ന ചായ, അതുപോലെ പാല്, അതുപോലെ പാലിൻ്റെ പ്രോഡക്റ്റുകൾ, അതായത് ചീസ്, യോഗേർട്ട്, ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾക്കൊരു 1-2 ആഴ്ചത്തേക്ക് ഒഴിവാക്കി നോക്കാം. അതുപോലെ തന്നെ അടുത്തതായി വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളാണ്. ഇതും നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചുമ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി വരുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡുകളാണ്. മധുരം അധികം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചുമ കുറയാനായിട്ട് സമയമെടുക്കും. ഇൻഫെക്ഷൻ കൂടാനും ഈ ചുമ നിലനിൽക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ മധുരം കൂടിയ പദാർത്ഥങ്ങൾ, മധുരം വെച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക. അടുത്തായി വരുന്നത് ആൽക്കഹോൾ കൺസംഷനാണ്. അതായത് ആൽക്കഹോൾ കുടിക്കുമ്പോൾ നമുക്കിത് പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ, ശരീരത്തിനൊരു നിർജ്ജലീകരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുകയും നമുക്ക് വീണ്ടും ചുമയ്ക്കാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചുമയുണ്ടാകുന്നതിന് സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ നമ്മുടെ ശ്വാസകോശത്തെ, ശ്വാസനാളത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്നതും ചുമ വർദ്ധിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ചില പഴവർഗ്ഗങ്ങൾ, നമ്മുടെ ശരീരത്തിന് തണുപ്പുണ്ടാക്കുന്ന പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അതും ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുന്നതിനും അതുപോലെ കഫം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കാരണമാകുന്നു. അത്തരം പഴവർഗ്ഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക. കഫം വർദ്ധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കുക. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ഒരു 2 ആഴ്ചയ്ക്ക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങളുടെ ചുമയെ തടഞ്ഞു നിർത്താനും അത് പൂർണ്ണമായിട്ട് മാറാനും സാധിക്കും. ഇത്രയൊക്കെ ഡയറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ചുമ വീണ്ടും ഒരു 5-6 ആഴ്ചയിലൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഫർദർ ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് ആ പ്രധാനമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ചുമയുള്ളവർ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക.